അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 9ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷം നടന്ന പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ ഉത്തരം കൂടെ നോക്കാം. ഒന്ന്, ഒരു സത്യവിശ്വാസി രക്ഷിതാവായ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം. ആൻസർ ബി, സുജൂദിൽ. 2, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലേണ്ട സമയം. ആൻസർ എ, വിത്ർ നിസ്കാര ശേഷം. 3, ജുമുഅക്ക് വരുന്നവരുടെ പേരുകൾ എഴുതി വെക്കുന്ന മലക്കുകൾ രേഖ അടച്ചു വെക്കുന്നത്. ആൻസർ എ, ഇമാം മിമ്പറിൽ കയറിയ ഉടനെ. 4, കാലിന് നഖം മുറിക്കൽ ആരംഭിക്കേണ്ടത്. ആൻസർ സി, വലതു കാലിൻ്റെ ചെറുവിരലിൽ നിന്ന്. 5, വൈകി വരുന്ന ആളുകൾക്ക് ജുമാ ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എവിടെ കൂടണം? ആൻസർ ഡി, ഇമാമിനൊപ്പം ഒരു റക്അത്ത് ലഭിക്കണം. ഇമാമിനൊപ്പം ഒരു റക്അത്ത് ലഭിക്കണം. 6, മനുഷ്യ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്നത്. ആൻസർ സി, ഗവൺമെൻറ് നിയമം അനുസരിക്കാൻ. അടുത്തത് 7, ഖബറടക്കത്തിന് കൊണ്ടുപോകുന്ന മയ്യത്തിനൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കൽ. ആൻസർ ബി, കറാഹത്ത്. 8, നിസ്കാരത്തിനിടയിൽ പല പ്രാവശ്യം കടന്നൽ കുത്തിയിട്ടും നിസ്കാരം തുടർന്ന മഹാൻ. ആൻസർ എ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. 9, ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ, കവിതയുടെ ഗുണപാഠം. ആൻസർ ബി, ആപത്തുകളിൽ ദുഃഖിക്കരുത്. 10, ഉമവിയ ഖിലാഫത്തിൻ്റെ പ്രഥമ ഖലീഫ. ആൻസർ എ, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. 11, കർബല സംഭവത്തിന് നേതൃത്വം നൽകിയ കൂഫ ഗവർണർ. ആൻസർ സി, ഉബൈദുല്ലാഹി ബിൻ സിയാദ്. 12, അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ആരംഭം. ആൻസർ ബി, ഹിജ്റ 132. 13, ഖുർആനെ പറ്റി മുഅ്തസില വിഭാഗത്തിനുണ്ടായിരുന്ന തെറ്റായ വിശ്വാസം. ആൻസർ എ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. 14, 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ആൻസർ എ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 15, ആൺ സന്താനങ്ങൾ ഇല്ലാത്തവൻ എന്നർത്ഥമുള്ള പദം. ആൻസർ ബി, അൽ അബ്തർ. 16, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം. ആൻസർ ഡി, ബലിപെരുന്നാൾ. 17, നിസ്കാരത്തിൽ അനുവദനീയമല്ലാത്ത സുജൂദ്. ആൻസർ സി, സുജൂദ് ശുക്റിൻ്റെ സുജൂദ്. 18, ബാസിത്ത് ഫാത്തിഹ ഓതുന്നതിനിടയിൽ മറന്നുകൊണ്ട് റുക്കൂ ചെയ്തു ഉടനെ ഉയർന്ന് ഫാത്തിഹ മുഴുവനാക്കി അവൻ്റെ നിസ്കാരം. ആൻസർ ഡി ആണ്, കുഴപ്പമില്ല, സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. 19, കൂട്ടം തെറ്റിയ ആടിനെ ചെന്നായ പിടിക്കും എന്നതിൻ്റെ എന്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്? ആൻസർ ബി, ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം. 20, പുരുഷൻ്റെ മുറിച്ചെടുത്ത നഖവും മുടിയും മണ്ണിൽ കുഴിച്ചിടൽ. ആൻസർ എ, സുന്നത്ത്. അടുത്ത, ശിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം. ആൻസർ സി, ഫതുഹുൽ മുബീൻ. 22, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിമാ, ഈ കവിത രചിച്ച അറബി കവി അതാരാ? ആൻസർ എ, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. ഇനി 23, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്താന പരമ്പര മുറിഞ്ഞവൻ എന്ന് പറഞ്ഞ് ഖുറൈശികൾ പരിഹസിക്കാൻ കാരണം. ആൻസർ സി, ആൺകുട്ടികൾ ചെറുപ്പത്തിൽ മരിച്ചു പോയതുകൊണ്ട്. 24, അൽ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചത് ആരാ? ആൻസർ ഡി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 25, അലി റളിയല്ലാഹു അൻഹു വഫാത്തായ ഉടനെ ഖലീഫയായി അധികാരമേറ്റ മഹാൻ. ആൻസർ ഡി, ഹസൻ റളിയല്ലാഹു അൻഹു. 26, ഉമവിയ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഉമവിയ ഖലീഫയായി നിയോഗിച്ചത്. ആൻസർ എ, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹു. 27, മൻസൂർ രാജാവ് പണ്ഡിത ഇറാഖിലെ പ്രമുഖ പട്ടണം. മൻസൂർ രാജാവ് മൻസൂർ രാജാവ് പണിത ഇറാഖിലെ പ്രമുഖ പട്ടണം. ആൻസർ സി, ബഗ്ദാദ്. 28, മുസ്ഹഫിൻ്റെ മധ്യഭാഗത്തുള്ള സൂറത്ത്. ആൻസർ ഡി, സൂറത്തുൽ കഹ്ഫ്. 29, വിശ്വപ്രസിദ്ധ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി അൽ അസ്ഹർ നിലകൊള്ളുന്ന രാജ്യം. ആൻസർ എ, ഈജിപ്ത്. 30, അള്ളാഹുവിൻ്റെ വാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി പ്രമുഖൻ. ആൻസർ ബി, ഖാലിദ് റളിയല്ലാഹു അൻഹു. 31, വസ്തുക്കളുടെ
ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഊർജം ഏത്? ആൻസർ സി, ഗതികോർജം. 32 പദാർത്ഥങ്ങളിലെ കണികകൾ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും കുറവ് ഗതികോർജം അനുഭവപ്പെടുന്നതും ഏത് അവസ്ഥയിലാണ്? ആൻസർ എ, ഗരം അവസ്ഥയിൽ. 33 താഴെ പറയുന്നവയിൽ ഏറ്റവും ക്രിയാശീലമുള്ള മൂലകം ഏത്? ക്രിയാശീലമുള്ള മൂലകം ആൻസർ സി, മഗ്നീഷ്യം. 34 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഡി, ഡിസംബർ 10. 35 ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ലോർഡ് വില്യം ബെൻഡിക്. ആൻസർ സി ആണ് കേട്ടോ. 36 GDP എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ GDP എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ സി ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് 37 ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത അന്തരീക്ഷ പാളി ഏതാണ്? ആൻസർ എക്സോസ്ഫിയർ. ആൻസർ ട്രോപ്പോസ്ഫിയർ ആണ്. ആൻസർ സി ആണ് ആൻസർ. 38 ഹാരപ്പൻ സംസ്കാരം ഏത് പ്രാചീന നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി, സിന്ധു നദിയുമായി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം? ആൻസർ ബി, ഹെമിസ് നാഷണൽ പാർക്ക്. അടുത്തത് 40 കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള പാളി ഏത്? ആൻസർ എ, ദൃഢപടലം. 41 താഴെ പറയുന്നവയിൽ ഏതാണ് ആൻറ്റിബോഡികളുടെ നിർമ്മാണവും പ്രതിരോധ സംവിധാനവും ചുമതലയുള്ള രക്തകോശം? ആൻസർ സി ആണ്, വെളുത്ത രക്താണുക്കൾ. അടുത്തത് 42, 43 ചോദ്യങ്ങൾ. തന്നിരിക്കുന്ന ആ 2 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ തന്നിരിക്കുന്ന ചിത്രം പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അതായത് 42, 43 ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. എന്താ ചിത്രത്തിലുള്ളത്? ചതുരം കലാകാരന്മാരെ സൂചിപ്പിക്കുന്നു, വൃത്തം കളിക്കാരെ സൂചിപ്പിക്കുന്നു, ത്രികോണം ഡോക്ടർമാരെ സൂചിപ്പിക്കുന്നു. ഇനി അവിടെയുള്ള ചോദ്യം എന്താ? 42 കലാകാരന്മാരോ ഡോക്ടർമാരോ അല്ലാത്ത എത്ര കളിക്കാർ ഉണ്ട്? ആൻസർ ബി, 25. 43 കലാകാരന്മാരും കളിക്കാരുമായി എത്ര ഡോക്ടർമാർ ഉണ്ട്? ആൻസർ എ, 3. 44 ഒരു ടാങ്ക് അതിൻ്റെ ശേഷിയുടെ 40% വരെ നിറഞ്ഞിരിക്കുന്നു. 400 ലിറ്റർ വെള്ളം ചേർക്കുമ്പോൾ അത് 50% ആയിത്തീരും. ടാങ്കിൻ്റെ ശേഷി എത്രയാണ്? ആൻസർ ഡി, 4000 ലിറ്റർ. നോക്കാനുള്ള 45ാമത്തെ ക്വസ്റ്റ്യൻ. 121നെ 11 കൊണ്ട് ഹരിച്ചാൽ വേഗം എന്ത് ചെയ്യുക? ഹരിച്ചു നോക്കുക. എത്ര കിട്ടുക ചോദിച്ചാൽ 11 ആയിക്കാരം കേട്ടോ. ഉത്തരം 11 ആണ്. ഇനി 46ാമത്തേത് ഇഫ് ഐ സ്റ്റഡീഡ് ഐ ഡാഷ് ദ എക്സാം. ഞാൻ നല്ലവണ്ണം പഠിച്ചിരുന്നുവെങ്കിൽ, അത് പാസ്റ്റ് ടെൻസിലേക്കാണ് പോകുന്നത്. ഞാൻ എന്താകുമായിരുന്നു? വിജയിക്കുമായിരുന്നു. എക്സാമിൽ വിജയിക്കുമായിരുന്നു. ആ ഒരു അർത്ഥമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് ഏതാണ് താഴെ കൊടുത്തിട്ടുള്ളത്? വിൽ പാസ് ആണോ, വുഡ് പാസ് ആണോ, വുഡ് ഹാവ് പാസ് ആണോ, വിൽ ഹാവ് പാസ്ഡ് ആണോ? ഉത്തരം ബി ആണ് കേട്ടോ. ഈ 47ാമത്തെ വി ഹാവ് സ്റ്റാർട്ടഡ് എ ജേണി ജസ്റ്റ് ആഫ്റ്റർ 10. നമ്മളെന്ത് ചെയ്തു? ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു 10 മണിക്ക് ശേഷം. അവിടെ ഈ സ്റ്റാർട്ടഡ് എന്നുള്ളിടത്ത് ആ അണ്ടർലൈൻ ഇട്ട ആ വേർഡ് ഉണ്ടല്ലോ, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്മൾ ഈ പുട്ടോണ്, പുട്ട് ഓഫ്, അല്ലെങ്കിൽ പുട്ടപ്പ്, സെറ്റോണ്, സെറ്റപ്പ്, അത് കേട്ടിട്ടില്ലേ? അതിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ സെറ്റ് ഓഫ്, സെറ്റ് ഔട്ട്, സെറ്റ് ഇന്ന്, സെറ്റ് അപ്പ്, ഇതിലേതാണ് താഴെ കൊടുത്തിട്ടുള്ളത്? ഇതിലേതാണ് അതിന് യോജിച്ചത് എന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഉത്തരം ബി ആണ് കേട്ടോ. ഈ 48ാമത്തെ ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റായ സ്പെല്ലിങ് ഏതാണ്? താഴെ ഒരു മൾട്ടിപ്പിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ പല രീതിയിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം? ഉത്തരം എ ആണ് കേട്ടോ. ഈ 49 ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ ഈസ് കോൾഡ്. നമ്മളെ മാറ്റർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ബ്ലോക്കാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്കാണ്. മാറ്ററിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കിന് പറയുന്ന പേര് എന്ത് എന്നുള്ളതാണ്. ഉത്തരം ആറ്റം എന്നുള്ളതാണ്. ഈ ആറ്റം 3 രൂപത്തിലുണ്ട്, 3 ഇതുണ്ട്.
അതെനിക്ക് 3 ഗഡു ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയണം. അതൊന്നും വിശദീകരിക്കുന്നില്ല. 50-ാമത്തെ ദ ഹെഡ് വാട്ടർ ഓഫ് ഗംഗ ആർ കോൾഡ്. ഏതാണ് ഉത്തരം? ഈ ഗംഗയുടെ ഹെഡ് വാട്ടർ, തുടക്കഭാഗം, തലഭാഗം എന്നൊക്കെ പറയും, അത് എവിടെ നിന്നാണ് എന്നുള്ളതാണ്. അതിൻ്റെ റിസോഴ്സ് എവിടെ നിന്നാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അലക്നന്ദ, ബദ്രിനാഥ്, അതേപോലെ ഭാഗീരഥി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉത്തരം എ ആണ്. ഈ ഉത്തരം ബി ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് പിന്നെ ഈ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ചിലപ്പോൾ ഈ ഉത്തരം വരാറുണ്ട്, അലകാനന്ദ എന്നുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാ ഇതോടെ നമ്മൾ 9ാം ക്ലാസ്സിലെ പ്രിലിമിനറി എക്സാമിന് സ്മാർട്ട് സ്കോളർഷിപ്പിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. മെയിൻ എക്സാമിലേക്ക് കയറാനുള്ള മാർക്ക് നേടിയെടുക്കാൻ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.